താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. ഇന്നും നാളെയുമായി കൂടുതൽ പേർ പത്രിക പിൻവലിക്കും. ജഗദീഷും ജയൻ ചേർത്തലയും രവീന്ദ്രനും അനൂപ് ചന്ദ്രനും പത്രിക പിൻവലിക്കുന്നതോടെ ശ്വേതാ മേനോനും ദേവനും തമ്മിലാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ താരസംഘടനയായ അമ്മ വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. മോഹൻലാൽ മത്സരരംഗത്തില്ലെന്ന നിലപാട് കടുപ്പിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം മുറുകും. നടൻ ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്നത്. ശ്വേതാ മേനോന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടെ വനിതാ പ്രസിഡന്റിന്റെ പ്രസക്തി ചർച്ചയായി. ഇതോടെ മത്സരരംഗത്ത് നിന്ന് ജഗദീഷ് ഉൾപ്പെടെ പിന്മാറാനുള്ള സാധ്യതയും തെളിഞ്ഞു. എന്നാൽ താൻ മത്സരിക്കുമെന്ന് നടൻ ദേവൻ വ്യക്തമാക്കി. പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ഒരു മനോഹരമായ പണ്ടത്തെ ഇത് ആരംഭിക്കുമ്പോൾ വലിയ വലിയ മഹാരഥങ്ങൾ അവർ ഇരുന്ന സമയത്തുണ്ടായ അതേ രീതിയിലുള്ള ഒരു അമ്മയെ മറുപടിയും പുനർനിർമ്മാണം ചെയ്യാനുള്ള ഒരു ദൗത്യമാണ് എന്റേത്. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അംഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിനിടെ ശ്വേതാ മേനോന്റെ നേതൃത്വം ബാബുരാജിനെ അനുകൂലിച്ചും നടി ഉഷ ഹസീന രംഗത്തെത്തി. ബാബുരാജ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ച് ജോയിന്റ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച് ജയിച്ചത്. അപ്പം അമ്മയിൽ 500 മെമ്പർമാർക്ക് അറിയാം സംഘടന മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആരൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. മത്സരിക്കട്ടെ, മത്സരിച്ച് ജയിക്കുക തോൽക്കുക, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യാമല്ലോ, നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മീഡിയ 1 കൊച്ചി.